വിളിക്കുന്ന വിഷയമായിരുന്നില്ല. അന്ന് ആ മുസ്ലിയാര് മഹാന്മാരെ വിളിച്ചു തേടുന്നതിന് വേണ്ടി തെളിവുദ്ധരിച്ച ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരായുഷ്കാലം മുഴുവനും പണിയെടുത്ത് അധ്വാനിച്ച മഹാപണ്ഡിതനായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിട പറഞ്ഞു പോയ ഉമർ മൗലവി അദ്ദേഹത്തെ കുറിച്ച് തന്നെയാ പറയണത്. അപകടഘട്ടത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളായ ജിന്നിനെയോ മലക്കിനെയോ വിളിക്കുമ്പോൾ പ്രാർത്ഥനാ മനസ്സില്ലെങ്കിൽ, അഭൗതികതയില്ലെങ്കിൽ ശിർക്ക് വരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ഉമർ മൗലവിയുടേതാണ് ഈ പുസ്തകങ്ങളിലൊക്കെ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി പറഞ്ഞു ഈ പുസ്തകങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ജിന്നും മലക്കും ഒക്കെ അവരൊക്കെ മനുഷ്യനെ അഭൗതിക സൃഷ്ടികളാണ്, നമുക്ക് അദൃശ്യരാണെങ്കിലും അവർക്കൊക്കെ അഭൗതിക കഴിവുണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം 980 മറ്റോ എഴുതിയ ഒരു വാചകത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ 2012 ഒക്ടോബറിൽ ഷബാബിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. അദ്ദേഹം പറയാണ്, സത്യത്തിൽ അന്ന് ആ എഴുതിയതിന്റെ അർത്ഥം അതൊന്നുമല്ല, ജിന്നിനെയും മലക്കിനെയും വിളിക്കുന്ന വിഷയമായിരുന്നില്ല. അന്ന് ആ മുസ്ലിയാര് മഹാന്മാരെ വിളിച്ചു തേടുന്നതിന് വേണ്ടി തെളിവുദ്ധരിച്ച ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോ കൊടുത്തൊരു ഉത്തരമാണ്. മുജാഹിദുകൾക്കിടയിൽ ഇങ്ങനെ ഒരു ഫിത്ന തുടങ്ങുന്നതിന്റെ മുമ്പ് എഴുതിയതാണ്. അയാളെ തുടക്കം തന്നെ അങ്ങനെയാ. ചെറിയ മുണ്ടം പറയാ, ഇതൊരു ഫിത്നയാണ്, ജിന്നും മലക്കും ഒക്കെ ഭൗതികമാണെന്നും അവരോട് സഹായം ചോദിക്കുന്നതിൽ പ്രാർത്ഥന ഇല്ല എന്നും പറഞ്ഞ ഏറ്റവും വലിയൊരു ഫിത്ന തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എഴുതിപ്പോയ ഒരു ആശയം. എന്നിട്ട് അതേപോലെ പറയുന്നുണ്ട്, എന്റെ ആ ഉത്തരത്തിന്റെ അടിയിൽ വന്ന ഒരു വാചകം ഇവരെടുത്തുദ്ധരിക്കാൻ പറ്റുന്ന കോലത്തിലായതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, വേദനിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യാതൊരു ലജ്ജയുമില്ലാതെ ഇപ്പോഴും ഈ പുസ്തകങ്ങളിലൊക്കെ ആ തിരുത്ത് ഉൾക്കൊള്ളാതെ, 2012 എഴുതിയതാണ് ആ തിരുത്ത്, അത് ഉൾക്കൊള്ളാതെ ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെറിയ മുണ്ടം പറഞ്ഞിട്ടുണ്ട്, ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് ബദരി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തിരുത്തിയത് ഇവർക്ക് കണ്ടുകൂടെ? തന്റെ ഒരു വാചകം അങ്ങനെ ജിന്നുകളും മലക്കുകളൊക്കെ മനുഷ്യന്റെ അഭൗതികമായിട്ടുള്ളവരാണ് എന്ന് പറയാൻ പറ്റില്ല എന്ന രീതിയിലുള്ള ഒരു വാചകം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എഴുത്തിൽ വന്നതിൽ അദ്ദേഹം ഖേദിക്കുന്നു എന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എന്തുമാത്രം വിരോധാഭാസമാണ്. പണ്ഡിതന്മാരുടെ വാചകങ്ങളിൽ വന്ന സ്ഖലിതങ്ങൾ വലിയ ആദർശമായി ഏറ്റുപിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത് പൊട്ടിപ്പുറപ്പെട്ടതുകൊണ്ട് മനസ്സിലായി. അദ്ദേഹം തന്നെ തിരുത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഖേദിക്കുന്നു എന്റെ വാചകം അങ്ങനെ ഒരു ഇടവന്നതിൽ. ഇതാ ആ രണ്ടാമത്തെ കോളത്തിലുള്ള ഫസ്റ്റ് ലേഖനത്തിന്റെ അവസാനത്തിൽ കാണുന്നില്ല, ഈ ലേഖകന് ഖേദമുണ്ടെന്ന് കണ്ടില്ലേ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വാചകം അവർ ഉപയോഗപ്പെടുത്തിയതിൽ ഈ ലേഖകന് ഖേദമുണ്ട് എന്ന് ചെറിയ മുണ്ടം എഴുതിയിരിക്കുന്നു. അത് അവിടേക്ക് സമർത്ഥിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ജിന്നും മലക്കൊക്കെ അള്ളാന്റെ വഹ്യുണ്ടായ മാത്രമേ മനസ്സിലാകുള്ളൂ, അത് അഭൗതികം തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നത്. അവരോട് സഹായം ചോദിക്കണത് ശിർക്കാകാനേ സാധ്യമുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ടും പറയുന്നു ചെറിയ മുണ്ടം അങ്ങനെ പറഞ്ഞു, ചെറിയ മുണ്ടം അങ്ങനെ പറഞ്ഞു. നേരത്തെ ഉമർ മൗലവിയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഉമർ മൗലവിയെ കുറിച്ച് പറഞ്ഞത് പച്ച കള്ളമാണ്. എവിടെയും അദ്ദേഹം പറഞ്ഞിട്ടില്ല അപകടഘട്ടത്തിൽ ജിന്നിനെ മലക്കിനെ വിളിച്ചാൽ അതിൽ പ്രാർത്ഥനയില്ല എന്ന് എവിടെയും ഉമർ മൗലവി പറഞ്ഞിട്ടില്ല. നേരെ എതിർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ കഴിവിന് അപ്പുറമുള്ള സഹായം ചോദിച്ചാൽ അത് ശിർക്കാണെന്നും അദ്ദേഹത്തിന്റെ എത്രയോ എഴുത്തിൽ അദ്ദേഹം ഫാത്തിഹയുടെ തീരത്തിനോട് പറയുന്നുണ്ട്. മന്ത്രവാദ ശിർക്കാണെന്ന് പറയാൻ കാരണം ശൈത്താനോടുള്ള സഹായതേട്ടം അതിലുള്ളത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കാറ്റും കോളും വരുമ്പോ തന്റെ വീടിന്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം ഈ വീടിന്റെ മുകളിലേക്ക് വീഴുമോ എന്ന് പേടിച്ചിട്ട് ഉള്ളിലുള്ള മനുഷ്യനാണെങ്കിൽ ഒരു മനസ്സിന്റെ ഉള്ളിൽ ഒരു തേട്ടം വരും. മനുഷ്യനുണ്ടാവും, മൃഗങ്ങൾക്ക് അങ്ങനെ മൂപ്പരുടെ ശൈലിയാ ഉമർ മൗലവി. മനുഷ്യനാണെങ്കിൽ അങ്ങനെ ഒരു തേട്ടം വരും, മൃഗങ്ങൾക്ക് അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോ ഉണ്ടാകുന്ന ആ വിളിയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത വചനം മൂപ്പര് പറയാ, എന്നാല് ആ കാറ്റിനെ അയക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരാളുണ്ടല്ലോ, ഒരായുഷ്കാലം മുഴുവനും പണിയെടുത്ത് അധ്വാനിച്ച മഹാപണ്ഡിതനായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിട പറഞ്ഞു പോയ ഉമർ മൗലവി അദ്ദേഹത്തെ കുറിച്ച് തന്നെ